DCC ഓഫീസിലെ കൂട്ടത്തല്ലിനു പിന്നാലെ തൃശൂരിൽ അനിൽ അക്കരയ്ക്കും MP വിൻസെന്റിനുമെതിരെ വീണ്ടും പോസ്റ്റർ. തൃശൂർ പ്രസ് ക്ലബിന് മുന്നിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. അതേസമയം കൂട്ടത്തല്ലിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ തിയോഫൻ ചേരുന്നു തൃശൂരിൽ നിന്ന്. തിയോഫൻ, സമവായമാകുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഹൈക്കമാൻഡ് അടക്കം വിഷയത്തിൽ ഇന്നലെ ഇടപെട്ടതാണ്. ഇപ്പോൾ വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എന്താണ് പോസ്റ്ററിൽ പറയുന്നത്? അഞ്ജല, ഇന്നലെ വൈകിട്ടുണ്ടായ കൂട്ടത്തല്ലിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ രാവിലെ വീണ്ടും DCCക്കെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ പോസ്റ്ററിൽ അനിൽ അക്കരയ്ക്കും MP വിൻസെന്റിനുമെതിരെയാണ്. MP വിൻസെന്റ് UDF കൺവീനറാണ്, ജില്ലാ UDF കൺവീനറാണ്. ജില്ലാ UDF കൺവീനർ സ്ഥാനം MP വിൻസെന്റ് രാജിവെക്കണം, അനിൽ അക്കരയെ വിളിക്കൂ, കോൺഗ്രസിനെ ഒറ്റിക്കൊടുക്കൂ എന്നൊക്കെയാണ് ഈ ഇന്നത്തെ പോസ്റ്ററിലെ വാചകങ്ങൾ. നമുക്കറിയാം, ഇത് തുടർച്ചയായി 4-ാം ദിവസമാണ് തൃശ്ശൂരിൽ പോസ്റ്റർ പ്രതിഷേധം അരങ്ങേറുന്നത്. നമുക്ക് പിന്നിൽ കാണുന്ന ഈ മതിലിലാണ് ഈ പോസ്റ്റർ ഉള്ളത്. തൃശ്ശൂർ പ്രസ് ക്ലബിൻ്റെ മുന്നിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് തൃശ്ശൂർ DCC ഓഫീസിൻ്റെ മുൻഭാഗത്തുള്ള ഗേറ്റിൻ്റെ 2 വശത്തുമുള്ള തൂണുകളിലാണ്. ആദ്യ ദിവസങ്ങളിൽ 1-2 പോസ്റ്ററുകളായിരുന്നു. ഇന്നലെ രാവിലെ 2 തൂണുകളും നിറയെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇന്നലെ മുതലാണ് MP വിൻസെന്റിൻ്റെയും അനിലക്കരയുടെയും പേരുകളിൽ പ്രതിഷേധ പോസ്റ്ററുകൾ വന്നു തുടങ്ങിയത്. അതിനുശേഷമാണ് ഇന്നലെ വൈകിട്ട് ഈ കയ്യാങ്കളി ഉണ്ടാകുന്നതും വലിയ സംഘർഷത്തിലേക്ക്, വലിയ ഏറ്റുമുട്ടലിലേക്ക്, കൂട്ടത്തല്ലിലേക്ക് എത്തുന്ന സ്ഥിതിയുണ്ടായി. K. മുരളീധരൻ്റെ പരാജയവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയങ്ങളിലെല്ലാം തുടക്കം. മുരളീധരന് വേണ്ടി പ്രവർത്തിച്ച നിരവധി പേരുണ്ട്. ആ പാർട്ടി പ്രവർത്തകർക്ക്, അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചവർക്ക് ഉണ്ടായ വിഷമം, അതാണ് ഈ തർക്കത്തിലേക്കും പ്രതിഷേധത്തിലേക്കും മാറിയത്. K. മുരളീധരന് വേണ്ടി പ്രവർത്തിച്ചവർ ഈ മുരളീധരൻ്റെ പരാജയത്തിൻ്റെ തുടർച്ചയായി മുരളീധരന് വേണ്ടി പ്രവർത്തിച്ചവർക്കും താഴെത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും മനസ്സിലായ ഒരു കാര്യമുണ്ട്. ജില്ലാ നേതൃത്വത്തിൻ്റെ വീഴ്ച അതിൽ നിന്ന് വ്യക്തമാണ്. തന്നെയുമല്ല, കോൺഗ്രസിൽ നിന്ന് നഷ്ടപ്പെട്ട വോട്ടുകളും BJPക്ക് ലഭിച്ച വോട്ടുകളും തമ്മിൽ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഇവിടെ നിന്ന് വോട്ട് ചോർന്നു എന്നത് വ്യക്തമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജില്ലാ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉൾപ്പെടെയുള്ളവർ ഇതിന് ഈ വോട്ട് മറിക്കാൻ കൂടെ നിന്നെന്ന ആരോപണം ആദ്യമുയർന്നത്. തന്നെയുമല്ല, ഇവരുടെ നിഷ്ക്രിയത്വമാണ് ഈ പരാജയത്തിന് കാരണമെന്ന് വ്യക്തമാണ്. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിന് K. മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി മുന്നിൽ നിന്നിരുന്ന ആൾ TN പ്രതാപനായിരുന്നു. KPCC വർക്കിംഗ് പ്രസിഡന്റാണ്. KPCC വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പ്രതാപനെ മാറ്റണം. DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ജോസ് വള്ളൂരിനെ ഒഴിവാക്കണം, ജോസ് വള്ളൂർ രാജിവെക്കണം. അതോടൊപ്പം UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് MP വിൻസെന്റ് ഒഴിവാക്കണം. പിന്നെ അനിൽ അക്കരയ്ക്കെതിരെയാണ്. അനിൽ അക്കര KPCC സെക്രട്ടറി കൂടിയാണ്. എന്നിട്ട് പോലും ഈ K. മുരളീധരൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇത്രയും ശക്തനായ ഒരു സ്ഥാനാർത്ഥി ജില്ലയിൽ കിട്ടാവുന്ന, അല്ലെങ്കിൽ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് കോൺഗ്രസിന് കേരളത്തിൽ നിന്ന് നൽകാവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നൽകിയിട്ട് പോലും അത് പരാജയപ്പെടുത്തിയെന്നാണ് പ്രവർത്തകർ പറയുന്നത്. അതിന് അത്തരത്തിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ, അല്ലെങ്കിൽ ആ പരാജയപ്പെടുത്താൻ കൂട്ടുനിന്ന ഈ നേതൃത്വം വേണ്ട. K. മുരളീധരനോട് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരോട് ഇവർ എന്തുമാത്രം ദ്രോഹം ചെയ്യില്ല എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ചോദ്യം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത്. ഇന്നലെ നടന്ന കയ്യാങ്കലിയുടെ കൂടി പശ്ചാത്തലത്തിൽ എന്തായാലും ജില്ലാ നേതൃത്വത്തോട് KPCC വിശദീകരണം തേടും. KPCC പ്രസിഡന്റ് തൃശ്ശൂരിലെത്തി അനുനയ ചർച്ചകൾക്ക് നേതൃത്വം നൽകുമെന്നാണ് അറിയുന്നത്. ഇന്നലെ രാത്രി തന്നെ ഈ സംഭവം വിവാദമായതോടുകൂടി ഹൈക്കമാൻഡ് ഇടപെടുകയും KC വേണുഗോപാലിനോട് നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങനെ KC വേണുഗോപാൽ ഇടപെട്ട KPCC പ്രസിഡന്റ് K. സുധാകരനോട് സംസാരിക്കുകയും ഈ പ്രശ്നം അവസാനിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ 5 മണിക്കൂറോളമാണ് തൃശ്ശൂർ DCC ഓഫീസ് സംഘർഷഭരിതമായി നിലകൊണ്ടത്. ഇതിൻ്റെ തുടർച്ചയാണ് ഇന്ന് വീണ്ടും പോസ്റ്റർ. തിയോഫൻ, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് ഇന്നലെ തന്നെ ഇടപെട്ടിരുന്നു. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KPCC ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകിയിട്ടുണ്ടോ? സുധാകരൻ സമവായ ചർച്ചയ്ക്ക് വേണ്ടി നാളെ എത്തുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ KPCC നേതൃത്വം മിണ്ടാട്ടം തുടരുകയാണല്ലേ? KPCC നേതൃത്വത്തിൽ ഇനി ചെയ്യാനുള്ളത്, ഇതിൽ പ്രവർത്തകരുടെ 2 ചേരികളായി മാറിക്കഴിഞ്ഞു, 2 വിഭാഗമായി തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ മാറിക്കഴിഞ്ഞു. നിലവിലെ കോൺഗ്രസ് നേതൃത്വത്തോട് കൂടെ നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇവർ ഒരു നെറ്റ്വർക്കായി, ഇതിൽ നേതാക്കന്മാർ ഒരു കൂട്ടമായി നിൽക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോസ് വള്ളൂർ, TN പ്രതാപൻ, അനിൽ അക്കര, MP വിൻസെന്റ് ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു സംഘമുണ്ട്. ഈ സംഘമാണ് ഇവിടെ ഗൂഢനീക്കങ്ങൾ നടത്തുന്നത്. ഇവർ മറ്റാരെയും വളരാൻ അനുവദിക്കുന്നില്ല എന്നതാണ് പ്രധാനമായും കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്ന ഒരു വലിയ പരാതി. നേരത്തെ തന്നെ ഈ പരാതി നിലവിലുണ്ടെങ്കിലും ഇത് വലിയ പ്രതിഷേധത്തിലേക്കോ അത്തരത്തിലൊരു ചേരിതിരിവിലേക്കോ പോയിരുന്നില്ല. K. മുരളീധരൻ്റെ പരാജയത്തോടു കൂടിയാണ് ഇത് വലിയ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ തുടങ്ങിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ആദ്യം ഇക്കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിലെ പരാജയങ്ങളും വീഴ്ചകളും അവർ എടുത്തു പറഞ്ഞു.
യൂത്ത് കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി പ്രയോജനപ്പെടുത്തിയില്ല. ചെറുപ്പക്കാരുടെ ഒരു ശക്തി യൂത്ത് കോൺഗ്രസ് മാത്രമല്ല, UDF-ലെ യുവജന സംഘടനകളുടെ ഒരു സംയുക്ത കൂട്ടായ്മയുണ്ട് UDYF. ഈ UDYF-മായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് വിളിക്കുകയോ ഇവരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കുകയോ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ചെയ്തിട്ടില്ല. അങ്ങനെ വലിയ വീഴ്ചകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് മനഃപൂർവ്വം മുരളീധരനെ പരാജയപ്പെടുത്താനോ എന്നതാണ് ഇവരുടെ സംശയം. അഞ്ജന. ശരി, തിയോഫനാണ് വിവരങ്ങൾ നൽകിയത്. തിയോഫൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ രീതിയിലുള്ള ചർച്ചകളില്ലാതെ തന്നെയാണ് ഈ കോൺഗ്രസ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തത്. തെരഞ്ഞെടുപ്പ് കാലത്ത് മുരളീധരനെ മനഃപൂർവ്വം അവിടെ കൊണ്ടുവന്ന വോട്ട് മറച്ചു, സുരേഷ് ഗോപിക്ക് വോട്ട് മറച്ചു എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ, ആരോപണങ്ങൾ എല്ലാം തന്നെ നിലനിൽക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇത് വലിയ രീതിയിലുള്ള ചേരിതിരിവ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യം തുടരുന്നു. ഇന്നലെ DCC ഓഫീസിൽ കൂട്ടത്തല്ലുണ്ടായി. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും പ്രശ്നം വഷളാകുന്നു. വീണ്ടും DCCക്ക് മുന്നിൽ DCCക്ക് മുന്നിലല്ല, തൃശ്ശൂരിലെ പ്രസ് ക്ലബിന് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട KPCC യാതൊരു വിധത്തിലുള്ള പ്രതികരണത്തിലേക്കും കടന്നിട്ടില്ല. പക്ഷേ സുധാകരൻ സമവായ ചർച്ചകൾക്ക് വേണ്ടി തൃശ്ശൂരിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷയത്തിൽ ഇന്നലെ തന്നെ ഹൈക്കമാൻഡ് ഇടപെട്ട ഒരു സാഹചര്യമാണുള്ളത്. വിശദമായ വിവരങ്ങളിലാണ് തിയോഫൻ തൃശ്ശൂരിൽ നിന്ന് പങ്കുവച്ചത്.